ഈ ലോകത്തിലെ ജലം മുഴുവൻ ഒരു ബക്കറ്റിലാക്കിയാൽ ഒരു ടീസ്പൂണിൽ കൊള്ളാൻ പറ്റുന്ന വെള്ളം മാത്രമാണ് നമുക്ക് കുടിക്കാൻ പാകത്തിലുള്ളതുണ്ടാവൂ എന്നാണ് റിയാൻ പറഞ്ഞത്. ആരാണ് റിയാൻ എന്നല്ലേ? അതിനു മുമ്പ് ടീച്ചർ ഒരു കഥ പറയാം. കാനഡയിലുള്ള ഒരു സ്കൂളിലാണ് ഈ കഥ നടക്കുന്നത്. ടീച്ചർ തൻ്റെ കുട്ടികളോട് പറയാണ്, ആഫ്രിക്കയിൽ ഒരുപാട് ജനങ്ങൾ വെള്ളം കിട്ടാതെ അനുഭവിക്കുന്ന ദുരിതകഥ, ഒരുപാട് കുഞ്ഞുങ്ങൾ മരിച്ചുപോയ കഥ. അപ്പോൾ ആ ക്ലാസ്സിലുള്ളൊരു കുട്ടി ആലോചിക്കുകയാണ്, ഒരു ദിവസം എത്ര ലിറ്റർ വെള്ളമാണ് താൻ വെറുതെ കളയുന്നത്. അങ്ങനെയൊക്കെ ആലോചിച്ചപ്പോൾ ആ കുട്ടിക്ക് ഭയങ്കര സങ്കടം തോന്നി. അങ്ങനെ ആ ക്ലാസ് കഴിഞ്ഞ് കുട്ടി വീട്ടിലെത്തിയപ്പോൾ അച്ഛനമ്മമാരോട് ചോദിക്കുകയാണ്, എനിക്ക് കുറച്ച് പൈസ തരുമോ എന്നുള്ളത്. എന്തിനാണ് പൈസ എന്ന് ചോദിക്കുന്ന സമയത്ത് ആ കുട്ടി പറഞ്ഞു, ആഫ്രിക്കയിലുള്ള ആളുകൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു കിണർ കുഴിച്ചു കൊടുക്കാനാണെന്ന്. ക്ലാസ്സിലെ ടീച്ചർ കുട്ടിയോട് പറഞ്ഞിരുന്നു, ആഫ്രിക്കയിൽ ഒരു കിണർ കുഴിക്കണമെങ്കിൽ തന്നെ $70,000 ആവശ്യമാണെന്ന്. അപ്പോൾ വീട്ടിലുള്ള ജോലികൾ മുഴുവൻ ചെയ്യുകയാണെങ്കിൽ ഈ പൈസ തരാമെന്ന് അച്ഛനും അമ്മയും കുട്ടിയോട് പറയാണ്. അങ്ങനെ വീട്ടു ജോലികൾ ചെയ്ത് കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ കുട്ടി അത്രയും പൈസ സംഘടിപ്പിക്കുകയാണ്. പിന്നീട് അന്വേഷിച്ചപ്പോഴാണ്, ഒരു കിണർ കുഴിക്കണമെങ്കിൽ തന്നെ അത്രയും പൈസയൊന്നും പോരാ, ഇനിയും ഒരുപാട് പൈസ ഉണ്ടെങ്കിലേ ആഫ്രിക്കയിൽ കിണർ കുഴിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന്. അങ്ങനെ വാട്ടർ ക്യാൻ എന്ന് പറയുന്ന സംഘടനയുടെ സഹായത്തോടു കൂടെ പിന്നീട് ആളുകളിലേക്ക് ഈ കൊച്ചുകുട്ടിയുടെ ഈ ആത്മാർത്ഥമായ നന്മയുള്ള തിരിച്ചറിവുകൾ യാഥാർത്ഥ്യം ലോകം മുഴുവൻ തിരിച്ചറിയാണ്. അങ്ങനെ ആളുകൾ ഒന്നൊന്നായിട്ട് ഈ കുട്ടിയെ സഹായിക്കാൻ വേണ്ടി വരികയാണ്. ഈ കുട്ടിയുടെ പേരാണ് റിയാൻ. റിയാന്റെ കിണർ എന്ന് പറയുന്ന പുസ്തകത്തെക്കുറിച്ചാണ് ടീച്ചർ സംസാരിച്ചത്. അബ്ദുള്ള കുട്ടി എടവണ്ണ എഴുതി മാതൃഭൂമി 2023 പ്രസിദ്ധീകരിച്ച കൃതിയാണ് റിയാന്റെ കിണർ എന്ന് പറയുന്ന പുസ്തകം. വളരെ മനോഹരമായൊരു പുസ്തകമാണ്. ഇതുപോലെ നമ്മളെ സ്വാധീനിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ലോകത്തെമ്പാടും നടക്കുന്നുണ്ട്. ഇതുപോലെ റിയാനെ പോലെ നമുക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും അല്ലേ? അപ്പോൾ നമ്മളെ പ്രചോദിപ്പിക്കുന്ന തരത്തിലുള്ള ഇത്തരം പുസ്തകങ്ങൾ നമുക്ക് ഇനിയും കേൾക്കാം. ഒരുപാട് കഥകളുമായി ഇനിയും ടീച്ചർ വരുന്നതായിരിക്കും.